ദൈവത്തിനു സ്തോത്രം. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഏതാനും ദിവസങ്ങളായി സഭയാം വൃക്ഷം എങ്ങനെയാണ് അത് നമ്മൾ യോവേലിൽ കണ്ടതുപോലെ ആ തുള്ളൻ വെട്ടുക്കിളി വീട്ടിൽ തുടങ്ങിയ ആ അനുഭവത്തിൽ അത് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. വീണ്ടും നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ ദ വർക്ക് ഓഫ് ദ കാറ്റർപില്ലർ അഥവാ പച്ചപ്പുഴുവിൻ്റെ ആക്രമണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ സന്ദർഭത്തിൽ നാം ചിന്തിച്ചാൽ ഫ്രൂട്ട് ഗോൺ, ലീവ്സ് ഗോൺ, ബ്രാഞ്ചസ് ബെയർ, ട്രങ്ക് ഡീക്കേഡ് ആൻഡ് റൂട്ടേൺ എ നെസ്റ്റ് ഫോർ ദ കാറ്റർപില്ലർ. അഥവാ ഫലം നഷ്ടമായി, ഇലകൾ കൊഴിഞ്ഞ്, കൊമ്പുകൾ ശൂന്യമായി, തടി ചീഞ്ഞ് നശിച്ച് പച്ചപ്പുഴുവിൻ്റെ ഒരു കൂടായി തീർന്നിരിക്കുന്ന അനുഭവമാണ് നമുക്ക് അവിടെ ശ്രദ്ധിച്ചാൽ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയുന്നതായ ചൊറിയൻ പുഴുവെന്നോ ആട്ടാമ്പുഴുവെന്നോ ഒക്കെ പറയുന്ന പുഴുക്കളോ അല്ലെങ്കിൽ അതേപോലെയുള്ള മാരകമായ പുഴുവിൻ്റെ ആക്രമണം നിമിത്തമായിട്ട് ഇലകൾ നശിച്ച് സകലതും തിന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നതാകുന്ന ആ അനുഭവം, ഓർ ഇൻ അതർ വേർഡ്സ് ദ ഗിഫ്റ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഗോൺ, സെപ്പറേഷൻ ആൻഡ് ഹോളിനെസ് ഗോൺ, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഗോൺ. ഇതെല്ലാം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഥവാ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും നഷ്ടപ്പെട്ടു, വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെട്ടു, വിശ്വാസത്താലുള്ള നീതീകരണവും നഷ്ടപ്പെട്ടിരിക്കുന്നതാകുന്ന അനുഭവം. പ്രായശ്ചിത്തം ചെയ്യുന്നതിലൂടെയും ചുട്ടുപഴുത്ത കനൽക്കട്ടകളുടെ മുകളിലൂടെയും നഗ്നപാദങ്ങൾ കൊണ്ട് നടക്കുന്നതിലൂടെയും അഥവാ സ്വയപീഡനങ്ങളിലൂടെയും അന്യോന്യമുള്ള പീഡനങ്ങളിലൂടെയും ജപം, തപസ് തുടങ്ങിയ മാർഗങ്ങളിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും സ്വർഗം നേടുവാനായിട്ട് കഴിയും എന്നുള്ളതാകുന്ന ചിന്താഗതിയിലേക്ക് തരം താണുപോയ അനുഭവം നമുക്ക് ചിന്തിച്ചാൽ, സഭയുടെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാൽവറിയിലെ പരിക്കൻ ക്രൂശിൽ അടച്ചു തീർക്കപ്പെട്ട പിഴ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഒടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആ ശോചനീയാവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് ആ സർദീസ് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പറയുന്നത്, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ് എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ആയതുപോലെ യെശയ്യാ പ്രവചനം 1:18 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് ഇപ്രകാരം പറയുകയാണ്, വരുവി നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് പറയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. അഥവാ മനുഷ്യന്റെ സ്വയപ്രയത്നങ്ങൾ കൊണ്ടൊന്നും അവന് രക്ഷ നേടുവാനായിട്ട് സാധ്യമല്ല. കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പിഴ അവിടുന്ന് അടച്ച് തീർത്തു എന്നുള്ളത് നമുക്ക് തന്റെ സ്വന്തം രക്തം ചൊരിഞ്ഞ് അത് അടച്ചു തീർത്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെയും മനുഷ്യൻ വിശ്വാസത്താലുള്ളതാകുന്ന ആ നീതീകരണം ഏറ്റെടുക്കാതെ വണ്ണം അവന്റെ സ്വയപരിശ്രമങ്ങളിലൂടെ രക്ഷ നേടുവാൻ ശ്രമിക്കുന്നതാണ് അവന്റെ പരാജയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ പച്ചപ്പുഴു വിശ്വാസത്താലുള്ളതാകുന്ന ആ നീതീകരണത്തെയും നശിപ്പിച്ചു കളഞ്ഞതാണ് സഭയുടെ ആ സഭയാം വൃക്ഷത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, വാഗ്ദത്ത മശിഹ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുന്നവർക്ക് ഇന്നും ആ രക്ഷ കരസ്ഥമാക്കുവാനായിട്ട് ഇരുകരങ്ങളും നീട്ടി അവിടുന്ന് നിൽക്കുന്നു. ആ ദൈവകൃപയിലേക്ക് നമുക്ക് അടുത്ത ദിവസം വീണ്ടും നമുക്ക് ചിന്തിക്കാമല്ലോ. അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുളിച്ചു
കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ